ഹായ് ഓൾ. അപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞ പോലെ ടെക്നീഷ്യന്റെ നോട്ടിഫിക്കേഷൻ ഒരു ദിവസം മുന്നേ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ പലരും ഈ ടെക്നീഷ്യൻ ഉദ്ദേശിക്കുമ്പോൾ മൈടേക്കാർക്ക് മാത്രമുള്ളതാണെന്ന രീതിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടാവാം. അതിൽ ഈ ഒരു ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീയിലും IT ആണ് മെയിൻ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും +2 ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എത്ര ഒരു 470 വേക്കൻസീസ് അവിടെ ഉണ്ട്. ഓക്കെ, +2 ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ 470 വേക്കൻസീസ് ഉണ്ട്. ഇത് ഗ്രേഡ് ത്രീ തന്നെയാണ് കേട്ടോ. ഇതല്ലാതെ ഗ്രേഡ് ത്രീ പറയുന്നത് IT വേണം, IT കമ്പൾസറി ആണ്. അതേപോലെ IT-കാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ആ ഒരു ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അത് കൂടാണ്ട് ഗ്രേഡ് വൺ ഉണ്ട് കേട്ടോ. ഗ്രേഡ് വൺ ഉണ്ട്. ഗ്രേഡ് വൺ എന്ന് പറയുമ്പോൾ ഏകദേശം അവിടെ 183ഓളം വേക്കൻസീസ് അവിടെ ഉണ്ട്, അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയും, എന്നിട്ട് നമുക്ക് ഓരോരോ സ്ട്രീം വൈസും കാര്യങ്ങളൊക്കെ പോകാം. അതുകൂടാതെ നിങ്ങൾ വേറൊരു കാര്യം, ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഫോട്ടോ ക്യാപ്ചറിംഗിൽ നിങ്ങൾക്ക് ലൈവ് ഫോട്ടോ അവിടെ മാൻഡേറ്ററി ആണ്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ലൈവ് ഫോട്ടോ മാൻഡേറ്ററി ആണ്. അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അതിലേക്കൊക്കെ വരാം. അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ഓൺലൈൻ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നാളെയാണ്. അതായത് ഇന്ന് രാത്രി ആണ് ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് 28-ാം തീയതി വൈകുന്നേരമായിരിക്കും നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. അപ്പോൾ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 28/7 ജൂലൈ 28 വരെ നിങ്ങൾക്ക് അപ്ലൈ വേണ്ടി പറ്റും. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ ഫീ പേയ്മെന്റ് എന്ന് പറയുന്നത് 30/7 ലാസ്റ്റ് ഡേറ്റ് ഉള്ളത്. അതേപോലെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് മാത്രം അപ്ലൈ ചെയ്യാം. അതിലെന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മോഡിഫിക്കേഷൻ വിൻഡോ ഉണ്ട് 1/8 തൊട്ട് 10/8 വരെ. ഓക്കെ, അപ്പൊ അതിൽ നിങ്ങളൊരു സോൺ ഒന്നും സെലക്ട് ചെയ്തില്ല, അതൊന്നും മാറ്റാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. അല്ലാതെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പേര് അങ്ങനെ അതിലൊന്നും മാറ്റൊന്നും വരുത്താൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. അല്ലാതെ ചെറിയ കാര്യങ്ങൾ മാത്രമേ നമുക്കവിടെ മാറ്റാൻ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. സ്ക്രൈബിന്റെ അപ്ലിക്കേഷന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് വൺ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ലെവൽ 5 ആണ്, 29,200 ഇനീഷ്യൽ പേ എന്ന് പറയുന്നത്. B1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 18 തൊട്ട് 33 വയസ്സ് വരെയാണ്. കറസ്പോണ്ടിങ് OBC SC ST കാൻഡിഡേറ്റ്സിന് കറസ്പോണ്ടിങ് ഏജ് റിലാക്സേഷൻ ഉണ്ട് 3-5. ടോട്ടൽ വേക്കൻസീസ് എന്ന് പറഞ്ഞാൽ 183 വേക്കൻസീസ് ആണ് ഉള്ളത്. ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ എന്ന് പറയുന്നത് ലെവൽ 2 ആണ്. 19,900 ആണ് സ്കെയിൽ ഓഫ് പേ വന്നിട്ടുള്ളത്. 18 തൊട്ട് 30 വയസ്സ് വരെയാണ് അവിടെ ഏജ് ലിമിറ്റ് ഉള്ളത്. 6,055 വേക്കൻസീസ് അവിടെ ഉണ്ട്. ഇപ്പൊ ടോട്ടൽ 6,238 വേക്കൻസീസ് ആണ് ഉള്ളത്. അപ്പൊ ഇതിലിപ്പോ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ എന്താ, കാൻഡിഡേറ്റ്സ് ഹു വെയിറ്റിംഗ് ഫോർ ദ ഫൈനൽ റിസൾട്ട്സ് ഓഫ് പ്രിസ്ക്രൈബ്ഡ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതായത് ലാസ്റ്റ് ഡേറ്റിന് മുന്നേ നിങ്ങൾ ക്വാളിഫൈഡ് ആണ്, എന്നാൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് വണ്ണും ഗ്രേഡ് ത്രീനും സെപ്പറേറ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, പിന്നെ ഏജ് ലിമിറ്റ് നമ്മൾ പറഞ്ഞു 18 തൊട്ട് 33 വയസ്സ് വരെയാണ് സിഗ്നൽ ടെക്നീഷ്യൻ ഗ്രേഡ് വണ്ണും, 18 തൊട്ട് 30 വയസ്സ് വരെയാണ് ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീനും. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് എന്താ, ഒരു അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തവരാണെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ബാക്കി ഇത് അപ്ലൈ ചെയ്യുക. ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്താ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്താ മോഡിഫിക്കേഷൻ വരുത്തണമെന്നുണ്ടെങ്കിൽ 250 രൂപന്റെ നോൺ റീഫണ്ടബിൾ എമൗണ്ട് ഉണ്ട്. അത് നിങ്ങൾക്ക് അപ്ലൈ ഫീ പേയ്മെന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ അപ്ലിക്കേഷൻ മോഡിഫൈ വരുത്താം. പിന്നെ നമ്മൾ ഈ ഷോർട്ട് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് 1:1 റേഷ്യോയിൽ തന്നെയാണ്. ടെക്നീഷ്യൻ ഗ്രേഡ് വൺ ആണെങ്കിലും ഗ്രേഡ് ത്രീ ആണെങ്കിലും മറ്റൊരു എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഒന്നല്ലേ ഉള്ളൂ. അപ്പൊ അതിന് ബേസ്ഡ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒക്കെ മെഡിക്കൽ എക്സാമിനേഷൻ 1:1 റേഷ്യോയിലായിരിക്കും വിളിക്കുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ അവിടെ നോർമലൈസേഷൻ ഉണ്ടാവും. നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ 1/3 ആണ് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവുക. പിന്നെയുള്ള കാൻഡിഡേറ്റ്സ് മസ്റ്റ് എൻഷുവർ ദാറ്റ് ദേ അപ്ലോഡ് ലൈവ് ഇമേജ് ഓഫ് ദംസെൽവ്സ്. ഇതിന്റെ ഡീറ്റെയിൽസ്, കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട്, അതിലേക്ക് വരാം. അത് നമുക്ക് പിന്നെ പറയുന്നുണ്ട്. അതുപോലെ പോസ്റ്റിംഗിന്റെ കേസ് നിങ്ങൾ പറഞ്ഞാൽ നോ റിക്വസ്റ്റ് ഫോർ ട്രാൻസ്ഫർ ടു അതർ റെയിൽവേ വുഡ് ബി രജിസ്റ്റേർഡ് ടിൽ ദ ന്യൂലി അപ്പോയിന്റഡ് കാൻഡിഡേറ്റ് കംപ്ലീറ്റ്സ് അറ്റ്ലീസ്റ്റ് 5 to 10 years ഓഫ് സർവീസ്. ഇതാണ് ട്രാൻസ്ഫറിന്റെ കേസിൽ പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ ഏത് RRBയിലാണോ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു RRBയിൽ മിനിമം 5 to 10 years നിങ്ങൾ അവിടെ വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ മെഡിക്കൽ ഫിറ്റ്നസ് പറയുന്നത് A3 B1 B2 C1. അത് ഓരോ പോസ്റ്റിനും ഓരോരോ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഏജ് ലിമിറ്റ് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ കറസ്പോണ്ടിങ് 3 വർഷം OBCക്കും SC/STക്കും 5 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, അപ്പം അൺറിസർവ്ഡ് 92-ന് ശേഷം ജനിച്ചവർക്കും, OBC 89-ന് ശേഷം, SC/ST 87-ന് ശേഷം അല്ല,
ജനിച്ചവർക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അതേപോലെ 2007 മുന്നേ ജനിച്ചവരായിരിക്കണം. ഓക്കെ. ഇനിയിപ്പം 30 ആണെങ്കിൽ 95, 92, 90, അതേപോലെ 2007 മുന്നേ ജനിച്ചവരായിരിക്കണം. ഇതാണ് ഏജ് റിലാക്സേഷൻ ആയിട്ട് പറഞ്ഞത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന്റെ കാര്യം നമുക്ക് പറയാം. എക്സാമിനേഷൻ ഫീ എന്ന് പറയുന്നത് നമ്മുടെ ഫോർ ഓൾ കാൻഡിഡേറ്റ്സ് എത്ര ഏറ്റവും 500 രൂപ പേ ചെയ്യണം. നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 400 രൂപ നിങ്ങൾക്ക് അവിടെ റീഫണ്ട് ചെയ്യുന്നുണ്ടാവും. SC ST എക്സ് സർവീസ് PWD ഫീമെയിൽ ട്രാൻസ്ജെൻഡർ അതേപോലെ മൈനോറിറ്റി EBC ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം 250 രൂപ നിങ്ങൾ അപ്ലൈ ചെയ്യണം. ആ 250 രൂപ എന്ത് ചെയ്യാം നിങ്ങൾക്ക് അവിടെ കമ്പ്യൂട്ടർ ബിസിനസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ റീഫണ്ട് ആവുന്നുണ്ടാവും. പക്ഷെ ചിലപ്പോൾ അവിടെ ഒരു ബാങ്ക് ചാർജ് അവിടെ ഡിഡക്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മളെ ഫീ പേയ്മെന്റ് വരെ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോ അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മളെല്ലാം അത് മാർക്ക് ചെയ്ത് വെച്ചോണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലേക്കാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറഞ്ഞ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ ആണ് ഉള്ളത്. അപ്പൊ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് 1ന്റെ കേസിലാണെങ്കിൽ 90 മിനിറ്റ്സും 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 1/3 ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ മൾട്ടിപ്പിൾ ഷിഫ്റ്റിൽ ആയതുകൊണ്ട് തന്നെ അവിടെ നോർമലൈസേഷൻ നടക്കുന്നുണ്ടാവും. അപ്പൊ അതിന്റെ സിലബസ് എന്ന് പറയുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് 1ന്റെ സിലബസ് എന്ന് പറയുന്നത് ഇതിന്റെയൊക്കെ ക്വാളിഫിക്കേഷനിലേക്ക് നമുക്ക് വരാം. ജനറൽ അവയർനെസ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ, മാത്തമാറ്റിക്സ്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എക്സ്ട്രാ വരുന്നുണ്ട്. ഓക്കെ. അപ്പം 10 ക്വസ്റ്റ്യൻസ് ജനറൽ അവയർനെസ്, എല്ലാത്തിനും ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്കാണ്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് 15, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ 20 മാർക്ക്, മാത്സ് 20, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 35, ടോട്ടൽ 100 മാർക്ക്. ഇനിയിപ്പോ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആണെന്നുണ്ടെങ്കിൽ പേ ലെവൽ 2 ആണ്. അത് 90 മിനിറ്റ്സും 100 ക്വസ്റ്റ്യൻസും തന്നെയാണ്. 1/3 നെഗറ്റീവ്, മൾട്ടിപ്പിൾ ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നോർമലൈസേഷൻ ഉണ്ടാവും. അപ്പൊ അതിലെന്ത് ചെയ്യാം മാത്സ്, ജനറൽ ഇന്റലിജൻസ്, റീസണിംഗ്, ജനറൽ സയൻസ്, ജനറൽ അവയർനെസ്, ഇത് നമ്മുടെ ALPയുടെ CBT 1ന്റെ സെയിം സിലബസ് ആണ് വരുന്നത്. ALPയുടെ CBT 1ന്റെ സെയിം സിലബസ്. മാത്സ് 25 മാർക്കാണ്. ജനറൽ ഇന്റലിജൻസ് റീസണിംഗ് 25, ജനറൽ സയൻസ് 40, ജനറൽ അവയർനെസ് 10, ടോട്ടൽ 100 മാർക്ക്, 100 ക്വസ്റ്റ്യൻസ്. അത് കഴിഞ്ഞിട്ട് എന്താ മെഡിക്കൽ എക്സാമിനേഷനും അതേപോലെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. 1:1 റേഷ്യോ ആയിരിക്കും അവര് വിളിക്കുന്നുണ്ടാവുക. 10 വേക്കൻസി ആണെങ്കിൽ 10 പേര് എന്താ മെഡിക്കൽ എക്സാമിനേഷൻ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വിളിക്കുന്നുണ്ടാവും. ഇനി അടുത്താണ് ലൈവ് ഫോട്ടോ ക്യാപ്ചറിംഗ് ഡ്യൂറിംഗ് ദ ആപ്ലിക്കേഷൻ. Candidates are not required to upload the pre-existing photograph while applying. The application module is designed to capture a live photograph of the candidate at the time of filling up the application form. അതായത് നമ്മൾ മുന്നേ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മുന്നേ നമ്മുടെ കയ്യിലുള്ള ഫോട്ടോ എന്ത് നമ്മൾ അപ്ലോഡ് ചെയ്യാം. പക്ഷെ ഇനി തൊട്ട് അത് പറ്റില്ല. പകരം നമ്മൾ എന്താ ലൈവ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലൈവ് ഫോട്ടോ എന്താ ക്യാപ്ചർ ചെയ്യുന്ന രീതിയിലാണ് അപ്ലിക്കേഷൻ സെറ്റ് ആക്കിയിരിക്കുന്നത്. ലൈവ് ഫോട്ടോ മേ ബി ക്യാപ്ചർഡ് ബൈ വെബ് ക്യാം ഓർ ബൈ ഫ്രണ്ട് ക്യാമറ, screenshot camera of the mobile phone. Ensure dress yourself in non-white clothing, preferably in dark colors, to maintain a contrast with the background. For this purpose, the candidate must stand or sit in front of the camera when prompted by the application module and carefully follow all the instructions below. Ensure that camera is positioned at eye level before capturing the photograph. നമ്മൾ ഐ ലെവലിൽ തന്നെ എന്താ ക്യാമറ വെക്കുക. നമ്മളിപ്പോ ഒരു എക്സാമിനൊക്കെ പോകുമ്പോൾ അവരെ ക്യാപ്ചർ ചെയ്യുന്നില്ല. ആ ഒരു രീതിയിലാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അതേപോലെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പൊസിഷൻ ക്യാമറയുടെ പൊസിഷൻ ഡയറക്റ്റ് ആയിട്ട് വെക്കുക. അതേപോലെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ നോക്കുക. ഓക്കെ. അതേപോലെ തല ഹെഡ് എന്താ ഡയറക്റ്റ് ആയിട്ട് നോക്കുക. ഓക്കെ. അതേപോലെ ഫേസ് എന്ന് പറഞ്ഞാൽ ക്യാമറയുടെ കുറേ അടുത്തും നല്ലോണം ദൂരം ആയിക്കോട്ടെ ഒരു മീഡിയം ഡിസ്റ്റൻസ് നമ്മൾ ആ ഒരു എക്സാം ഹാളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ക്യാപ്ചർ ചെയ്യുന്നുണ്ടാവും ഇത്ര ഡിസ്റ്റൻസ് എന്നില്ലായിരിക്കും. അപ്പൊ ആ ഒരു രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇൻ കേസ് ആദ്യമായിട്ട് എക്സാമിന് വേണ്ടി അറ്റൻഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് നമ്മൾ സാധാരണ ഫോട്ടോ എടുക്കുമ്പോൾ എടുക്കുന്നില്ല. ആ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ എന്താ കീപ്പ് ചെയ്യാം. നല്ലോണം അടുത്തും ആയിക്കൂടെ, അതേപോലെ നല്ലോണം ദൂരെ ആയിക്കൂടെ. അതേപോലെ ക്യാപ്പ്, അതേപോലെ മാസ്ക് അല്ലെങ്കിൽ ഗ്ലാസസ്, അതായത് കണ്ണട കാര്യങ്ങളൊന്നും നിങ്ങൾ വെച്ചുകൂടാ. ഫോട്ടോ എടുക്കുന്ന സമയത്ത് നിങ്ങൾ വെച്ചിടാം. ഓക്കെ. അപ്പോ ആ ഒരു രീതിയിൽ അവരവിടെ പറയുന്നുണ്ട്. അതേപോലെ മാൻഡേറ്ററി ഡോക്യുമെന്റ്സ് പറഞ്ഞാൽ കാൻഡിഡേറ്റ് സിഗ്നേച്ചറും അതേപോലെ സർട്ടിഫിക്കറ്റ്സും നിങ്ങളുടെ മാൻഡേറ്ററി ആണ്. യൂസ് ബ്ലാക്ക് ഇങ്ക് പെൻ ഓൺ വൈറ്റ് പേപ്പർ എന്നുള്ളതാണ് അടുത്തായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമുക്ക് അവിടെ എന്താ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്. ഇനി അടുത്ത് നമുക്ക് അവിടെ ക്വാളിഫിക്കേഷനിലേക്കും അതേപോലെ വേക്കൻസിസിലേക്കും പോകാം. ഈ ടെക്നീഷ്യൻ ഗ്രേഡ് 1 എന്ന് പറയുന്നത് ലെവൽ 5 ആണ്. അപ്പോ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബാച്ചലർ ഓഫ് സയൻസ് ഇൻ ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, IT, ഇൻസ്ട്രുമെന്റേഷൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്.
അതല്ലാന്നുണ്ടെങ്കിൽ കോമ്പിനേഷൻ 3 ഇയേഴ്സ് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഏതെങ്കിലും കോമ്പിനേഷൻ, അല്ലെങ്കിൽ എന്താ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓഫ് ദി ക്വാളിഫിക്കേഷൻ, ഇലക്ട്രോണിക്സ് അതേപോലെ കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രിക്കൽ എല്ലാവർക്കും എന്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഒരു പോസ്റ്റാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 എന്ന് പറയുന്നത്. അതിന്റെ അടുത്ത ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറയുന്നത് SSLC പ്ലസ് ITI ഇൻ കറസ്പോണ്ടിങ് ട്രേഡ്. ഓക്കെ, ഇതിപ്പം TM ആയതുകൊണ്ട് എല്ലാവർക്കും അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇലക്ട്രീഷ്യൻ, മെക്കാനിക് എല്ലാത്തിനും അപ്ലൈ വേണ്ടി പറ്റും. ഓരോന്നിനും എന്താ ഓരോ രീതിയിൽ അവരോട് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമേ നിങ്ങൾക്ക് അവിടെ അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാൻ വേണ്ടി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നു അത് നിങ്ങൾക്ക് അപ്ലൈ വേണ്ടി പറ്റിയ ഏതൊക്കെയാണെന്നില്ല കാര്യം. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ പോസ്റ്റ് പ്രിഫറൻസ് അവിടെ കൊടുത്താൽ മതി. അതേപോലെ +2 ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പഠിച്ചവർക്കും കറസ്പോണ്ടിങ് നിങ്ങൾ ഈ ക്വാളിഫിക്കേഷൻസ് കൊടുക്കുമ്പോൾ ആ ഒരു പോസ്റ്റ് മാത്രമേ അവിടെ കാണുന്നുണ്ടാവുള്ളൂ. ഗ്രേഡ് 3 നിങ്ങൾ ഇൻ കേസ് പിന്നെ BTech ഒക്കെ ആണെന്നുണ്ടെങ്കിൽ +2 കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആ ഒരു രീതിയിലായിരിക്കും കാണിക്കുന്നുണ്ടാവാം. ഓക്കെ, അപ്പൊ അത് അവിടെ ആയി. ഇനി അടുത്ത് നമുക്ക് എത്ര പേര് അപ്ലൈ ചെയ്യുന്നില്ല കാര്യം നമുക്ക് നോക്കാം. സോറി, എത്ര വേക്കൻസി ആണ് ഇല്ല എന്നുള്ള കാര്യം. ഏറ്റവും കൂടുതൽ ആൾക്കാർ ബാംഗ്ലൂർ, ചെന്നൈ, ട്രിവാൻഡ്രം ആയിരിക്കും നോക്കുന്നുണ്ടാവുക. ബാംഗ്ലൂർ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിന് 9 വേക്കൻസിയാണ് ഉള്ളത്. ഓക്കെ, ബാക്കി മൊത്തം ടെക്നീഷ്യൻ ഗ്രേഡ് 3ക്ക് 131, ടോട്ടൽ 140 വേക്കൻസീസ് ആണ് അവിടെ ഉള്ളത്. ഇനിയിപ്പോ അടുത്ത ചെന്നൈയിൽ നോക്കിക്കഴിഞ്ഞാൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആകെ 9 വേക്കൻസിയാണ് ഉള്ളത്. ടോട്ടൽ നോക്കുമ്പോൾ 1340 വേക്കൻസീസ്, 1347 വേക്കൻസീസ് ചെന്നൈയിലുണ്ട്. 1347 വേക്കൻസീസ് ചെന്നൈയിലുണ്ട്. ഇനിയിപ്പോ നിങ്ങൾ മുംബൈ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മുംബൈ കൂടി നമുക്ക് നോക്കിയിട്ട് ട്രിവാൻഡ്രത്തേക്ക്. മുംബൈയിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സെഗ്മെന്റിന് 13 വേക്കൻസിയാണ് ഉള്ളത്. മൊത്തം നോക്കുമ്പോൾ 891 വേക്കൻസിയാണ് മുംബൈയിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 3 കൂടി, ഗ്രേഡ് 1ഉം ഗ്രേഡ് 3 കൂടി കൂട്ടിയിട്ട്. ഓക്കെ, ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഇവിടെ 13ഉം 26ഉം. ഓക്കെ, 891. ഇനിയിപ്പോ അടുത്ത ട്രിവാൻഡ്രം നോക്കുവാണെന്നുണ്ടെങ്കിൽ ഗ്രേഡ് 1 സിഗ്നലിൽ മൊത്തം 6 വേക്കൻസി ആണ് ഉള്ളത് ഗ്രേഡ് 1. അതേപോലെ ഗ്രേഡ് 3ക്കോ 191, 191 6, 197 വേക്കൻസിയാണ് നമ്മുടെ RRB തിരുവനന്തപുരത്തുള്ളത്. 191 6, 197 വേക്കൻസിയാണ് RRB തിരുവനന്തപുരത്ത് മൊത്തത്തിലുള്ള ഗ്രേഡ് 1 6 വേക്കൻസിയാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ മെയിൻ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ മെർജ് ചെയ്ത കാറ്റഗറീസ് ഏതൊക്കെയാണ് എല്ലാവരും ഉണ്ട്. നമുക്ക് അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ലൈവ് ക്യാപ്ചറിങ് ഇമേജസ് നേരെ ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.